സർക്കാർ രൂപീകരണത്തിന് NDA. പ്രതിപക്ഷ ഐക്യത്തിന് മുന്നിൽ മോദി പ്രഭാവം മങ്ങി. NDA 293 സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ തുടർച്ചയായ മൂന്നാം തവണയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനുള്ള BJPയുടെ സ്വപ്നം തകർന്നു. ശക്തികേന്ദ്രമായ ഉത്തർപ്രദേശിൽ BJP കനത്ത തിരിച്ചടി നേരിട്ടു. BJPയും നരേന്ദ്രമോദിയും പ്രധാന പ്രചാരണ വിഷയമാക്കിയ അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ ഉൾപ്പെടെ തോറ്റു. ഇന്ത്യ മുന്നണി 232 ഇടത്ത് ജയിച്ചപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് 98 സീറ്റ് നേടി. BJPയുടെ ഏകപക്ഷീയ മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ഇന്ത്യ മുന്നണി അപ്രസക്തമാക്കി. BJP ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഉത്തർപ്രദേശിലാണ്. 80-70 സീറ്റുകൾ പ്രതീക്ഷിച്ച സംസ്ഥാനത്തുനിന്ന് BJPക്ക് ലഭിച്ചത് 40 താഴെ സീറ്റു മാത്രം. കഴിഞ്ഞ തവണ 4,80,000 വോട്ടുകൾക്ക് ജയിച്ച വാരാണസിയിൽ ഇക്കുറി ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലെത്തിക്കാൻ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പോലും വിയർക്കേണ്ടി വന്നു. 30 സീറ്റുകളിൽ ജയിച്ച് സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ്. റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തിയ കോൺഗ്രസ് തന്ത്രം ഫലം കണ്ടു. രാഹുൽ ഗാന്ധിയിലൂടെ റായ്ബറേലി നിലനിർത്തിയപ്പോൾ കിശോരിലാലിലൂടെ അമേഠി സ്മൃതി ഇറാനിയിൽ നിന്ന് തിരിച്ചുപിടിച്ചു. മായാവതിയുടെ BSP അപ്രസക്തമായി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ആധിപത്യം നിലനിർത്തിയപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേനയെയും NCPയെയും പിളർത്തിയതിന് ഇന്ത്യാ സഖ്യം ശക്തമായ മറുപടി നൽകി. കർണാടകയിലും ആധിപത്യം നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നുകയറാനുള്ള ശ്രമങ്ങളും പ്രതീക്ഷിച്ച ഫലം നൽകാതായതോടെ 400 സീറ്റെന്ന NDAയുടെ സ്വപ്നം പൊലിഞ്ഞു. ഗുജറാത്തും മധ്യപ്രദേശും ഡൽഹിയും ഇത്തവണയും BJPക്കൊപ്പം അടിയുറച്ചു നിന്നു. ഒഡീഷയിൽ കരുത്തുകാട്ടി ഹരിയാനയിൽ BJPയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം. നേരിട്ടുള്ള മത്സരത്തിൽ BJPക്കെതിരെ കോൺഗ്രസിന്റെ വിജയശതമാനം 8 നിന്ന് 29% വർദ്ധിച്ചു. ആന്ധ്രാപ്രദേശിൽ TDPയുടെയും ബീഹാറിൽ JDUവിന്റെയും സഖ്യമാണ് NDAയെ താങ്ങി നിർത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് 20-18 സീറ്റും ജയിച്ച സംസ്ഥാനത്ത് UDFന്റെ വൻ തേരോട്ടം. 6 മുതൽ 8 സീറ്റ് പ്രതീക്ഷിച്ചിടത്ത് 1 സീറ്റിൽ ഒതുങ്ങി LDF തകർന്നടിഞ്ഞു. തൃശൂരിലെ BJPയുടെ വിജയം LDFനും UDFനും ഒരേപോലെ തിരിച്ചടിയായി. ദേശീയ തലത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പിഴച്ചെങ്കിലും കേരളത്തിൽ യാഥാർത്ഥ്യമായി. BJP 6 വർഷത്തിലധികമായി ലക്ഷ്യം വെച്ചിരുന്ന തൃശൂരിൽ തന്നെ താമര വിരിയിച്ചു. 75,079 എന്ന പടുകൂറ്റൻ ഭൂരിപക്ഷം BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണപ്പോർ ഉയർത്താൻ കഴിഞ്ഞുവെന്നും BJP വിലയിരുത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് രണ്ടാമതെത്താൻ കഴിഞ്ഞതും BJPക്ക് നേട്ടമാണ്. BJPക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ലെന്ന പ്രചാരവേല ഇനി വിജയിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നാട്ടിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുവഴി വോട്ടിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത്. 2020 പ്രതീക്ഷിച്ചിറങ്ങിയ UDFന് 18 സീറ്റ് നേടാൻ കഴിഞ്ഞുവെന്നത് വലിയ നേട്ടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ആലപ്പുഴ തിരിച്ചുപിടിച്ചു. CPIM മുതിർന്ന നേതാക്കളെ ഇറക്കിയ പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂർ, വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ CPIMനെ നിലം തൊടിയിച്ചില്ല. അപ്പോഴും സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് കോൺഗ്രസിന് നാണക്കേടായി. അപ്രതീക്ഷിത തോൽവിയാണെന്നും BJP CPIM അപകടകരമായ കൂട്ടുകെട്ട് നടന്നുവെന്നുമാണ് കോൺഗ്രസ് വിശദീകരണം. അതല്ല, അവരുടെ വോട്ടുകൾ പോയി എന്നത് മാത്രമല്ല, അവിടെ BJPക്ക് വർഗീയമായി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി, ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി, അവരിലേക്ക് വോട്ടുകൾ കൂടുതൽ ചെന്നെത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അടിമുടി പിഴച്ചത് LDFനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാണക്കേട് ഒഴിവാക്കാൻ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയുള്ള CPIM നീക്കം ഫലം കണ്ടില്ല. മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിച്ച ആലത്തൂർ മാത്രമാണ് ആശ്വാസത്തുരുത്തായത്. വിവാദങ്ങൾ കത്തിക്കയറിയ വടകരയിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് KK ശൈലജ പരാജയപ്പെട്ടത് പാർട്ടിക്ക് തന്നെ ഞെട്ടലുണ്ടാക്കി. സിറ്റിംഗ് സീറ്റായിരുന്ന ആലപ്പുഴ KC വേണുഗോപാൽ തരംഗത്തിൽ നഷ്ടമായി. പാലക്കാട്ടെ ചുവപ്പുകോട്ടകൾ പിളർന്നു. ആറ്റിങ്ങലിൽ ബിജോയ് പൊരുതിയെങ്കിലും അവസാന നിമിഷം കാലിടറി. മത്സരിച്ച 3 ജില്ലാ സെക്രട്ടറിമാരും 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പരാജയ ചൂടറിഞ്ഞു.
CPIയും ഘടകകക്ഷികളും മത്സരിച്ച സീറ്റുകളിലും രക്ഷയുണ്ടായില്ല. ഭരണവിരുദ്ധ വികാരമില്ലെന്നും തോൽവി പരിശോധിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. NDA ഒരു സീറ്റ് കേരളത്തിൽ നേടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവികാരം മാത്രമല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയല്ല ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള വിധി ഇത് തന്നെയല്ലേ. കനത്ത തോൽവിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരും പാർട്ടിയും ഇനി ഏത് രീതിയിലുള്ള തിരുത്തൽ വരുത്തുമെന്നതാണ് ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആവേശത്തോടെ സ്വീകരിച്ച് ജിദ്ദയിലെ പ്രവാസി സമൂഹം. ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റവും കേരളത്തിലെ UDF തരംഗവും മധുരം പങ്കുവച്ച് പ്രവാസികൾ ആഘോഷിച്ചു. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിവിഷൻ സ്ക്രീനിൽ മാറിമറിയുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം ജിദ്ദ മലയാളികളുടെ ആവേശവും മാറിമറിഞ്ഞുകൊണ്ടിരുന്നു. മലയാളികളുടെ സംഗമകേന്ദ്രമായ ഷറഫിയയിൽ സജ്ജീകരിച്ച വലിയ സ്ക്രീനിലൂടെ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ നിരവധി പേരെത്തി. കേരളത്തിൽ UDFും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയും നേടിയ നേട്ടത്തെ പ്രവാസികൾ ആഘോഷമാക്കി. മധുരം വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും നാട്ടിലെ അതേ ആവേശത്തോടെയാണ് പ്രവാസി മലയാളികൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി അഭിവാദ്യങ്ങൾ, രാഹുൽ ഗാന്ധി അഭിവാദ്യങ്ങൾ, രാഹുൽ ഗാന്ധി അഭിവാദ്യങ്ങൾ. ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി. ഓർത്തോ ഓർത്തോ ഓർത്ത് കളിച്ചോ, ഓർത്തോ ഓർത്തോ ഓർത്ത് കളിച്ചോ. ഇന്ത്യൻ ജനത ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഇന്ത്യ മുന്നണി രാജ്യത്ത് കാഴ്ചവെച്ച അഭൂതപൂർവ വിജയം. കേരളത്തിലെ പിണറായി വിജയൻ കാട്ടിയത് ഇന്ന് നമുക്കറിയാം. അവിടെ കാഫിർ എന്ന പ്രയോഗം പ്രയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനങ്ങളെ വിഭജിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരേറ്റുള്ള വിധിയെഴുത്താണ് കേരളത്തിൽ ഏറ്റവും. ഇന്ത്യയിലെ സകല മാഫിയകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മുന്നണിയെ കെട്ടുകെട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം തളർന്നിട്ടില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തേരോട്ടം. KMCCയുടെയും OICCയുടെയും നേതൃത്വത്തിൽ ഇന്ന് രാത്രി പല ഭാഗത്തും ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. സൗദിയുടെ മറ്റു ഭാഗങ്ങളിലും പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ വിജയാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള അതേ ആവേശവും വാശിയുമെല്ലാം പ്രവാസ ലോകത്തും കാണാം. കേന്ദ്രത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനപ്പുറം കേരളം എങ്ങനെ വിധി എഴുതി എന്നതാണ് പ്രവാസ ലോകം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. UAEയിൽ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ രാവിലെ മുതൽ പ്രവാസികൾ TVക്ക് മുന്നിലായിരുന്നു. ഓഫീസുകളിലും അസോസിയേഷനുകളിലും ഫലമറിയാൻ സ്ഥലങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയാണ് പ്രവാസികൾ ഫലപ്രഖ്യാപന ദിനം ആഘോഷമാക്കിയത്. പ്രവൃത്തി ദിനമായിരുന്നിട്ടും ആവേശത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ആവേശം വലിയ തോതിൽ തന്നെ ശക്തമായിരുന്നു. നമുക്കറിയാം ഇന്നിവിടെ ഒഴിവ് ദിവസമല്ല, എന്നിരുന്നാലും ജോലിയിൽ നിന്ന് അവധി നൽകി തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഓരോ നിമിഷവും കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള അസോസിയേഷനുകളിലും സംഘടനകളുടെ ഓഫീസുകളിലും എല്ലാം തന്നെ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് പ്രവാസ ലോകത്തും ഇന്ന് കണ്ടത്. ഓരോ നിമിഷവും മാറിമറിഞ്ഞ ലീഡ് നിലകളിൽ ആഹ്ലാദവും ആശങ്കയും എല്ലാം നിറച്ച ഫലപ്രഖ്യാപന പകലാണ് പ്രവാസ ലോകത്തും കടന്നുപോയത്. തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രം മനസ്സിലിട്ട് മുന്നിലെ TVയിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു പ്രവാസികൾ എല്ലാവരും. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പല മണ്ഡലങ്ങളിലും ഫലങ്ങൾ മാറിമറിഞ്ഞപ്പോൾ പലപ്പോഴും ആവേശം മണപൊട്ടി. പ്രവാസി സമൂഹവും വളരെ ആകാംക്ഷയോടെ വളരെ ആവേശമായിട്ടാണ് ഇന്ത്യയിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ നോക്കിക്കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ വളരെയധികം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ വന്നിരുന്നു. എല്ലാ പക്ഷത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ ആവേശപൂർവ്വമാണ് ഈ റിസൾട്ടിൻ്റെ കാത്തിരിപ്പ് നടത്തിയത്. വളരെ ആവേശകരമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിതൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ കോൺഗ്രസ് പ്രവർത്തകർ ഫലമറിയാൻ പ്രത്യേക സ്ഥലമടക്കം സജ്ജീകരിച്ചിരുന്നു. തൃശൂരിലെ BJPയുടെ വിജയം CPM BJP അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ഇൻകാസ് പ്രസിഡന്റ് റഫീഖ് പറഞ്ഞു. ഇന്ത്യ മുഴുവൻ മതേതര ജനാധിപത്യത്തിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടപൊരുതുമ്പോൾ അതിന് ഇന്ത്യൻ ജനത നൽകിയ മാൻഡേറ്ററിയാണ് ഇന്ന് കാണുന്ന ഈ ഇലക്ഷൻ വിജയം. അതിന് വിഭിന്നമായി കേരളത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിച്ചതിൻ്റെ തിക്തഫലമാണ് NDAക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. ഇതിന് കേരളത്തിലെ ജനത വലിയ വില നൽകേണ്ടി വരും. ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇൻകാസ്
ഇൻഗാസിൻ്റെ അനുമാനം. നേരത്തെ തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ നാട്ടിൽ നേരിട്ടെത്തിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും വോട്ട് രേഖപ്പെടുത്താൻ വോട്ട് വിമാനമടക്കം സജ്ജീകരിച്ചും സർവ്വസന്നാഹങ്ങളും ഒരുക്കിയായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഗൾഫിലെ പോഷക സംഘടനകൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരളത്തിൽ തങ്ങളുടെ പ്രവർത്തനം ഫലം കണ്ടുവെന്ന് പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ മതേതരത്വത്തിന് ഒരു പ്രസക്തി നഷ്ടപ്പെട്ടില്ല. ആര് വർഗീയത നടത്തിയാലും ക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചാലും അതൊന്നും തന്നെ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വിജയം. പ്രത്യേകിച്ചിട്ട് ഇൻകാസിൻ്റെ പ്രവർത്തകർ, കാരണം ഞങ്ങൾ ഈ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ നിന്നും ഇല്ലാത്ത വിധത്തിൽ ഇപ്രാവശ്യം കേരളത്തിൽ പോവുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ആഹ്ലാദിക്കുന്നു. മറ്റ് കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫാസിസം ശക്തി പ്രാപിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം മുന്നോട്ട് വന്നിരുന്നോ അതുപോലെ തന്നെയാണ് പ്രവാസ ലോകത്തിലെ ആളുകളും അതിൽ താല്പര്യം കാണിച്ചത്. പ്രവൃത്തി ദിനമായതിനാൽ പലരും ജോലി കഴിഞ്ഞ് എത്തിയ ശേഷം വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. കേരളത്തിൽ UDF വിജയത്തിലും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി നേടിയ മുന്നേറ്റത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് റിയാദിലെ KMCC OICC പ്രവർത്തകർ യോഗം ചേർന്നു. റിയാദിലെ ബത്തഹയിൽ നടന്ന പരിപാടിയിൽ പ്രവർത്തകർ ലഡു വിതരണവും പായസ വിതരണവും നടത്തി. നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. വർഗീയതയ്ക്കെതിരെ പൊരുതി നേടിയ വിജയമാണിതെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും മതേതര വിശ്വാസികളാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായിക്കൊണ്ട് ജാതീയമായിക്കൊണ്ട് വിഭജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഒരു മെസ്സേജ് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2024 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലുണ്ടായ വിജയം അത് നിങ്ങളൊക്കെ കാണുന്ന പോലെയല്ല, അതിന് ഒരു വലിയ അർത്ഥമുണ്ട്. കാരണം കേരളത്തിലുള്ള ഏകദേശം 140 മണ്ഡലങ്ങളിലും 130ഓളം മണ്ഡലങ്ങളിൽ UDFന് ലീഡാണ്. കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം നേടിയ NDA മുന്നണി സർക്കാർ രൂപീകരണത്തിനുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ്. നിർണായക ശക്തികളായ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും വേഗത്തിൽ ഡൽഹിയിലെത്തിച്ച് ചർച്ചകൾക്ക് തുടക്കമിടാനാണ് തീരുമാനം. ഇരുവരും നരേന്ദ്രമോദിയുമായി നാളെ ചർച്ച നടത്തും. എക്സിറ്റ് പോളുകളെ അസ്ഥാനത്താക്കി എക്സാറ്റ് പോളിൽ NDAയുടെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞതോടെ എത്രയും വേഗത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണ് മുന്നണിയിൽ നടക്കുന്നത്. വൈകുന്ന ഓരോ ദിവസവും വെല്ലുവിളിയാകുമെന്ന വ്യക്തമായ ബോധം NDA ക്യാമ്പിനുണ്ട്. കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ സർക്കാർ രൂപീകരണം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് BJP. ഇന്ത്യ സഖ്യം NDA ഘടകകക്ഷികളെ മുന്നിൽ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമം തുടങ്ങിയത് BJPയെ ആശങ്കയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം രൂപീകരിച്ച് പിന്നീട് NDAയിലേക്ക് ചാഞ്ചാടിയ നിതീഷ് കുമാർ വീണ്ടും മറുകണ്ഠം ചാടുമോ എന്ന ആശങ്കയും BJPക്കുണ്ട്. നാളെ തന്നെ ഡൽഹിയിലെത്താനാണ് JDU അധ്യക്ഷൻ നിതീഷ് കുമാറിനും TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിനും നിർദ്ദേശം. ഇരുവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 292 അംഗങ്ങളുള്ള ദേശീയ ജനാധിപത്യ മുന്നണിയിൽ 16 സീറ്റുള്ള TDPയും 12 സീറ്റുള്ള നിതീഷിന്റെ JDUവും സർക്കാർ രൂപീകരണത്തിൽ ഏറെ നിർണായകമാണ്. അതുകൊണ്ട് ഏത് ആവശ്യം ഉന്നയിച്ചാലും വിട്ടുവീഴ്ചകൾ ചെയ്യലല്ലാതെ BJPക്ക് മുൻപിൽ മറ്റു വഴികളില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ രൂപീകരിക്കാനാണ് ശ്രമം. അപ്രതീക്ഷിത നേട്ടത്തിൽ സർക്കാർ രൂപീകരണത്തിന്റെ പരമാവധി സാധ്യതകൾ തേടുകയാണ് ഇന്ത്യ മുന്നണി. നിതീഷിനെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ മുന്നണി. ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ വാഗ്ദാനം ചെയ്ത് നിതീഷിനെ കോർട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഇതിനു പുറമെ മറ്റു ചെറു പാർട്ടികളെയും ചേർത്ത് ആകുംവിധം സാധ്യതകൾ തേടാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനം തിരക്കിട്ട നീക്കങ്ങൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് 24. NDA സർക്കാരിന്റെ മൂന്നാം ഊഴം ഇന്ത്യയുടെ ചരിത്രത്തിലെ അഭൂതപൂർവമായ നിമിഷമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒന്നിച്ചു നിന്നിട്ടും BJP ഒറ്റയ്ക്ക് നേടിയ അത്ര സീറ്റുകൾ നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. ജനങ്ങളുടെ പിന്തുണയാണ് തനിക്കുള്ള പ്രോത്സാഹനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനത ജനാധിപത്യം സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടം വിജയിച്ചെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടലുകൾക്കെതിരെയാണ് ഈ വിധിയെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. I'd like to thank everybody who has participated in this election. I am extremely proud of the people of India. I am extremely proud of the people who have resisted this onslaught on the constitution. और अंत में मैं आपको कह दूं कि इसको बचाने का काम हिंदुस्तान के सबसे गरीब लोगों ने किया है. और इस पावन दिन NDA की लगातार तीसरी बार सरकार बननी तय है.
हम सभी जनता जनार्दन के बहुत आभारी हैं। देशवासियों ने भाजपा पर, एनडीए पर पूर्ण विश्वास जताया है। आज की ये विजय दुनिया के सबसे बड़े लोकतंत्र की जीत है। 10 വർഷത്തെ പ്രതാപമാണ് കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ ബി.ജെ.പിക്ക് നഷ്ടമാകുന്നത്. ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് വില നൽകാതെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി.ജെ.പിക്ക് ഇനി സാധിക്കില്ല. സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ വലിയ പ്രയാസമാകും പുതിയ സാഹചര്യത്തിൽ മൂന്നാം മോദി സർക്കാരിനെ കാത്തിരിക്കുക. ബി.ജെ.പിയുടെ ചാട്ടവാറിന് മുന്നിൽ 10 വർഷത്തോളം ഘടകകക്ഷികൾ അപ്രസക്തരായിരുന്നു. വിനീത വിധേയരായ ഘടകകക്ഷികളെ നോക്കുകുത്തികളാക്കിയാണ് മോദി സർക്കാർ സുപ്രധാനമായ നയസമീപനങ്ങൾ കൈക്കൊണ്ടത്. പുതിയ സാഹചര്യത്തിൽ പക്ഷേ ഇനി എങ്ങനെ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കില്ല. പ്രധാനമന്ത്രി സ്ഥാനത്ത് 3ാം തവണ എത്തുന്ന മോദിക്ക് ഏറെ സംയമനം പാലിച്ച് മുന്നോട്ടു പോകാനാകൂ എന്നതും പുതിയ സാഹചര്യത്തിന്റെ ബാക്കി പത്രം. പൊതുമിനിമം പരിപാടികൾ എൻ.ഡി.എയിൽ ചർച്ച ചെയ്തിരുന്നുമില്ല. 3ാം തവണ അധികാരത്തിലെത്തുമ്പോൾ പക്ഷേ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കിയേ ഇനി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബി.ജെ.പിക്കാകൂ. മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കുന്ന തീരുമാനവും പഴയ ലാഘവത്തോടെ ബി.ജെ.പിക്ക് കൈക്കൊള്ളാനാകില്ല. കേന്ദ്ര ഏജൻസികളുടെ കടിഞ്ഞാണിലും കൈവയ്ക്കാൻ തെലുങ്ക് ദേശത്തെ പോലെയുള്ള ഘടകകക്ഷികൾ താൽപര്യം കാട്ടും. ഇതുമായി പൊരുത്തപ്പെടാൻ ബി.ജെ.പി ബാധ്യസ്ഥമാകുമെന്നതും ഇപ്പോഴത്തെ സാഹചര്യമാണ്. സംഘപരിവാർ അജണ്ടകളിൽ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ളവ ഇനി അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്നതാണ് ബി.ജെ.പി പ്രഖ്യാപനം. ഇതും ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഏതളവിൽ യാഥാർത്ഥ്യമാക്കാനാകും എന്നത് കണ്ടറിയേണ്ടതാണ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മുഖ്യധാര അമേരിക്കൻ സംസ്കാരത്തിലേക്കും കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളുടെ സമന്വയം സാധ്യമാക്കുന്ന പുതിയ പദ്ധതിയുമായി അമേരിക്കൻ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ALA. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ കേരള കലാമണ്ഡലവും ALAയും ഒപ്പുവെച്ചു. തികച്ചും വിഭിന്നമായ 2 സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ 2 ജീവിത രീതികൾ, വേറിട്ട മനുഷ്യർ. പുറമെ നിന്ന് തികച്ചും വിഭിന്നമെന്ന് തോന്നുന്ന ഈ 2 സംസ്കാരങ്ങളെ, ജനതയെ ഒരേ നൂലിൽ കോർത്തിണക്കുന്നു മാനുഷികതയെ പ്രതിഫലിപ്പിക്കുന്ന കലകളുടെ ഈ സമന്വയം. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ, അല വൈസ് പ്രസിഡന്റ് വിദ്യ രാജേഷ്, ദേശീയ എക്സിക്യൂട്ടീവ് ബിന്ദു രവികുമാർ എന്നിവർ ജൂൺ 2 ചേർന്ന പൊതുയോഗത്തിൽ വെച്ചാണ് ഈ സുപ്രധാനമായ സഹകരണത്തിൽ ഒപ്പുവെച്ചത്. കേരളത്തിന്റെ കലാരൂപങ്ങളെ അമേരിക്കൻ സാംസ്കാരിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും കലാകാരന്മാർക്ക് പരസ്പരം പഠിക്കാനും അവരുടെ അറിവ് പങ്കിടാനും ഇരു രാജ്യങ്ങളിലെയും കലാപാരമ്പര്യങ്ങളുടെ വൈവിധ്യവും സമൃദ്ധിയും മാനുഷിക മൂല്യങ്ങളും ആഘോഷിക്കുന്ന പ്രൊജക്ടുകളിൽ സഹകരിക്കാനും അവസരമൊരുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. പുതിയ സംരംഭങ്ങൾ ചർച്ച ചെയ്യുക, പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് കേരള കലാമണ്ഡലവും അലയും സംയുക്തമായി രൂപീകരിച്ച സമിതി മേൽനോട്ടം വഹിക്കും. കലയെ സ്നേഹിക്കുന്നവർക്ക് മുതൽക്കൂട്ടാകുന്ന നൂതന ആശയങ്ങളുടെ വേദി എന്നതിനപ്പുറം ഇരു രാജ്യങ്ങൾക്കിടയിലെ സൗഹൃദം കൂടിയാണ് ഇവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. മീനു ചേലാടൻ, 24, USA. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.